കാരുണ്യമെന്ന വികാരം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റൂ. ദൈവത്തെ കാണണമെങ്കിൽ നിങ്ങൾ സ്നേഹമെന്ന വികാരം നിങ്ങൾ മുറുകെ പിടിക്കണം. ഇത് തന്നെയാണ് മാ നിഷാദ എന്ന് പറയുന്ന ഹൈന്ദവ ധർമ്മത്തിൻ്റെ ആകത്തുകയായ മാ നിഷാദ എന്ന പദം. അതായത് അരുത് കാട്ടാള. മൈത്രേയൻ എന്ന് പറയുന്ന ദൈവം തീട്ടമാണ് എന്ന് പറഞ്ഞ മൈത്രേയൻ എന്ന നായിക്കാട്ടത്തോട് ഞാൻ ചോദിക്കുകയാണ്, ഈ 10 കൽപ്പനകളിൽ പെടാത്ത, ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിച്ച ഈ 10 കൽപ്പനകളിൽ പെടാത്ത ഒരു നല്ല കാര്യം താങ്കൾ പറയൂ. വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിച്ച ഈ 10 കൽപ്പനകളിൽ പെടാത്ത, ഈ 6 അടിസ്ഥാന ധർമ്മങ്ങളിൽ പെടാത്ത, നിങ്ങൾ കരുണ കാണിക്കുക, അറിവ് നേടുക, കർമ്മം ചെയ്യുക, സത്യവും നീതിയും മുറുകെ പിടിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, അങ്ങനെ മാനവരാശിയെ ഒരു കുടുംബമായി കാണുക. ഈ 6 ധർമ്മങ്ങളിൽ പെടാത്ത ഒരു നല്ല കാര്യം, സൂര്യന് താഴെയുള്ള ഒരു നല്ല കാര്യം താങ്കൾ പറയൂ. ഞാൻ മൈത്രേയന് അല്പം സ്റ്റാൻഡേർഡ് ഉണ്ടെന്നാണ് കരുത്. ഈ ഇദ്ദേഹം ഒരു അരാജകവാദിയാണ് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു സമൂഹമാണെങ്കിലും ആദ്യം ആ വ്യക്തി നന്നാവണം. ആ വ്യക്തി നന്നാവാൻ ഈ 6 പാഠങ്ങൾ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഈ 10 കൽപ്പനകൾ അത്യാവശ്യമാണ്. 10 കൽപ്പനകളെന്ന് ഞാനൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞതാണ്. ഈ ധാർമ്മിക മൂല്യങ്ങൾ അത്യാവശ്യമാണ്. അതാണ് ദൈവം സ്നേഹമാകുന്നു എന്ന വചനം. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏതാനും ദിവസം മുമ്പ് എന്നെയും മൈത്രേയനെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വീഡിയോ, എന്നെ ട്രോളുന്ന ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതിൻ്റെ സത്യാവസ്ഥ എൻ്റെ ചില ആദർശ ബന്ധുക്കളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു മാസം മുമ്പ് അനന്തരാവകാശ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കേസിനെക്കുറിച്ച് സംസാരിക്കാനും ഒരു സെമിനാറിൽ പങ്കെടുക്കാനുമായി തൃശ്ശൂരിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലേക്ക് പോയിരുന്നു. ആ സമയത്ത് യാദൃശ്ചികമായി ഞാൻ മൈത്രേയനെ കാണുകയും അദ്ദേഹത്തോട് അവിടെ വെച്ച് സംവദിക്കാൻ ഒരു അവസരം കിട്ടുകയും ചെയ്തു. അതിനിടയ്ക്ക് അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാനതിന് മറുപടി പറയാൻ ശ്രമിക്കുമ്പോഴേക്കും അദ്ദേഹം മൈക്ക് തന്നില്ല. ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ അദ്ദേഹം ഖുർആനെക്കുറിച്ച് വളരെ മോശമായ പരാമർശം നടത്തി കടന്നു പോവുകയാണ് ചെയ്തത്. പിന്നീട് ഞാൻ കാണുന്നത് എന്നെയും മൈത്രേയനെയും ചേർത്ത് വെച്ചുകൊണ്ട് എന്നെ ട്രോളുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ എൻ്റെ കൂടെയുള്ള ചില സുഹൃത്തുക്കൾക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതനായത്. ഏതായാലും ഇത്തരമൊരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയുടെ ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയ ഇസ്ലാമും ഇസ്ലാം മതവും തമ്മിലുള്ള ഒരു വ്യത്യാസവും എസൻസ് ഖുർആൻ എന്ന പേരിൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. എസൻസ് ഖുർആൻ എന്ന പേരിൽ ഒരു 10 പാർട്ടുള്ള 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ വീഡിയോ. അത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എസൻസ് ഖുർആൻ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. എന്താണ് ധർമ്മം? മനുഷ്യധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ധർമ്മം, അള്ളാഹു നമുക്ക് മനോഹരമായ 2 കണ്ണുകൾ നൽകിയിട്ടുണ്ട്, 2 കാതുകൾ നൽകിയിട്ടുണ്ട്. എല്ലാം കാണുക, കേൾക്കുക, എല്ലാം പഠിക്കുക, ചിന്തിക്കുക, അങ്ങനെ പുതിയ പുതിയ അറിവുകൾ സമ്പാദിക്കുക, അങ്ങനെ വിദ്യാഭ്യാസമുള്ളവനാവുക. ഇതാണ് മനുഷ്യൻ്റെ പ്രധാനപ്പെട്ടൊരു ധർമ്മം. അതായത് നമുക്ക് അള്ളാഹു കണ്ണും കാതും തലച്ചോറൊക്കെ നൽകിയിട്ടുണ്ട്, വിശിഷ്ടമായൊരു തലച്ചോറ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നാം വിദ്യാഭ്യാസമുള്ളവനാവുക, ശാസ്ത്രബോധമുള്ളവനാവുക. ഇതാണ് മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം. അതേപോലെ മനോഹരമായ കർമ്മേന്ദ്രിയങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. മഹത്തായ 2 കരങ്ങളും കൈയും കാലും ഒക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട്. അപ്പോൾ കർമ്മം ചെയ്യുക, അറിവുണ്ടായാൽ പോരാ, കർമ്മം ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന ധർമ്മമാണ്. അപ്പോൾ അറിവ് നേടുക, കർമ്മം ചെയ്യുക. മൂന്നാമതായി, നമ്മളൊരു നുണ പറയുമ്പോൾ അത് നുണയാണ് എന്ന് പറയുന്നൊരു മനസ്സാക്ഷി എല്ലാവർക്കുമുണ്ട്. നമ്മളൊരു നുണ പറയുമ്പോൾ, നമ്മളൊരു അനീതി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു റസൂൽ പറയും, നമ്മുടെ മനസ്സാക്ഷി പറയും, അത് തെറ്റാണ്, അത് ശരിയല്ല എന്ന്. അപ്പോൾ ഒരു നുണ പറയുമ്പോൾ അത് നുണയാണ് എന്ന് പറയുന്ന ഒരു മനസ്സാക്ഷി എല്ലാവർക്കുമുണ്ട്. അപ്പോൾ അനീതി ചെയ്യരുത്, അക്രമം ചെയ്യരുത്, നിങ്ങളൊരിക്കലും അനീതി ചെയ്യരുത് എന്നുള്ളൊരു പാഠം ഒരു ദൈവദൂതൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു റസൂൽ എല്ലാവരിലുമുണ്ട്. അപ്പോൾ അറിവ് നേടണം, കർമ്മം ചെയ്യണം, യാതൊരു വിധത്തിലുള്ള അക്രമവും അനീതിയും ചെയ്യരുത്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരോടും കാരുണ്യത്തോടും സ്നേഹത്തോടും കൂടി വർത്തിക്കുക എന്നതാണ് മനുഷ്യൻ്റെ പ്രഥമവും പ്രധാനവുമായ ധർമ്മം. എന്നുവെച്ചാൽ അസൂയയും പകയും അഹങ്കാരവുമൊന്നുമില്ലാത്ത ഒരു മനസ്സ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ പ്രഥമവും പ്രധാനവുമായ ധർമ്മം.
അതേപോലെ പങ്കുവെക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ മറ്റൊരു ധർമ്മമാണ്. അങ്ങനെ ഈ 5 ധർമ്മങ്ങളാണ് മനുഷ്യൻ പ്രധാനമായും ഓർത്തിരിക്കേണ്ടത്. നമ്മുടെ മനസ്സിലും ശരീരത്തിലുമായി അള്ളാഹു എഴുതി വെച്ച ഈ പ്രപഞ്ചത്തിലൂടെ, ഈ പ്രകൃതിയിലൂടെ ദൈവം നമ്മുടെ മനസ്സിലും ശരീരത്തിലും എഴുതി വെച്ച ഈ 5 പാഠങ്ങൾ നിങ്ങൾ ഓർക്കുക. കരുണ കാണിക്കണം, അറിവ് നേടണം, കർമ്മം ചെയ്യണം, സത്യവും നീതിയും മുറുകെ പിടിക്കണം, സഹായ സഹകരണങ്ങൾ ചെയ്യണം. ഇതിൻ്റെയൊക്കെ ആകത്തുകയായ ഒരു മനോഹരമായ, എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് നമ്മൾ വളർത്തിയെടുക്കണം. അസൂയയും പകയും അഹങ്കാരവും ഒന്നുമില്ലാത്ത ഒരു മനസ്സ് നമ്മൾ വളർത്തിയെടുക്കണം. അതായത് അഹങ്കാരി ആവരുത് എന്നതാണ് മനുഷ്യൻ്റെ പ്രഥമവും പ്രധാനവുമായ ധർമ്മം. നോക്കൂ, ഈ 5 ധർമ്മങ്ങൾ: നിങ്ങൾ കരുണ കാണിക്കണം, അറിവ് നേടണം, കർമ്മം ചെയ്യണം, സത്യവും നീതിയും മുറുകെ പിടിക്കണം, സഹായ സഹകരണങ്ങൾ ചെയ്യണം. ഇതിൻ്റെയൊക്കെ ആദ്യപടിയായി എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റുന്ന, എല്ലാവരോടും കാരുണ്യവും സ്നേഹവും പ്രകടിപ്പിക്കാൻ പറ്റുന്ന വിശാലമായൊരു മനസ്സ് വളർത്തിയെടുക്കണം. അതാണ് മനുഷ്യൻ്റെ പ്രഥമവും പ്രധാനവുമായ ധർമ്മം. ഇതാണ് മനുഷ്യത്വം എന്ന വികാരത്തിൻ്റെ ആകത്തുക, മാനവികതയുടെ ആകത്തുകയാണിത്. അപ്പോൾ ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ട പാഠങ്ങളെ ഖുർആനിലുള്ളൂ. ഖുർആനിൽ നിന്ന് നമ്മൾ ആദ്യമായി പഠിക്കേണ്ടത് ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ട പാഠങ്ങളാണ്. ഒരു ഇൻസാനുൽ കാമിൽ, ഒരു സമ്പൂർണ്ണ മനുഷ്യനാവാൻ വേണ്ട പാഠങ്ങളെ ഖുർആനിലുള്ളൂ. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത്യുദാരനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ വേദം എന്ന് അതിനർത്ഥമുള്ളൂ. അത് നാമത്തിൽ എന്നൊക്കെ ഇവർ അർത്ഥം വെച്ചിട്ടുണ്ട്. അത്യുദാരനും കരുണാനിധിയുമായ, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ ഇവർ അർത്ഥം വെച്ചിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഈ 5 ധർമ്മങ്ങൾ, നമ്മൾ കാരുണ്യവും സ്നേഹവും പ്രകടിപ്പിക്കണം, അഥവാ അഹങ്കാരിയാവരുത്, അസൂയയും പകയും ഒന്നുമില്ലാതെ, അഹങ്കാരമില്ലാതെ, ഞാനെന്ന ഭാവമില്ലാതെ, പൊങ്ങച്ചം കാണിക്കാതെ ജീവിക്കാൻ പഠിക്കണം. അതാണ് മനുഷ്യൻ്റെ ഒന്നാമത്തെ ധർമ്മം. രണ്ടാമത്തെ ധർമ്മം അറിവ് നേടണം, വിദ്യാഭ്യാസമുള്ളവനാവണം. അതായത് ശാസ്ത്രബോധമുള്ളവനാവണം. ഊഹങ്ങളെയും കെട്ടുകഥകളെയും അതേപോലെ സുമാർ വിശ്വാസങ്ങളെയും ഒന്നും പിന്തുടരാതെ നമ്മുടെ കേൾവിയും കാഴ്ചയും നമ്മളുടെ ബുദ്ധിശക്തിയും ഒക്കെ ഉപയോഗിച്ച് ശുദ്ധമായ അറിവ് കരസ്ഥമാക്കുക. ഇൽമ്, അതാണ് ശാസ്ത്രം. ശുദ്ധമായ അറിവിനോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ രണ്ടാമത്തെ ധർമ്മം. അതിനനുസരിച്ച് കർമ്മം ചെയ്യുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, യാതൊരു വിധത്തിലുള്ള അക്രമവും അനീതിയും ചെയ്യാതെ എപ്പോഴും സത്യത്തോടും നീതിയോടൊപ്പം നിൽക്കുക. അങ്ങനെ മനുഷ്യത്വം എന്ന വികാരത്തിൻ്റെ ആകത്തുകയായ ഈ 5 പാഠങ്ങൾ, അതായത് മനുഷ്യത്വമടക്കം 6 പാഠങ്ങൾ, ഇതാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള 6 മഹത്തായ പാഠങ്ങൾ. ഇതൊക്കെ വരുന്നത് വളരെ കാരുണ്യമുള്ള, സ്നേഹമുള്ള ഒരു നല്ല മനസ്സിൽ നിന്നാണ്. അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മ് പ്ലസ് റഹ്മ്, 2 ഗർഭപാത്രങ്ങൾ, ഉമ്മയുടെ ഗർഭപാത്രം, ഈ പ്രപഞ്ചമാകുന്ന ഗർഭപാത്രം. ഈ 2 ഗർഭപാത്രങ്ങളുടെ ആനുകൂല്യം പറ്റി വളർന്നവരാണ് ഓരോ മനുഷ്യനും. അതൊരിക്കലും മറക്കരുത് എന്നാണ് ഖുർആനും മുഹമ്മദ് നബിയും ലോകത്തെ പഠിപ്പിച്ചത്. ആ കാരുണ്യമെന്ന വികാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാവരോടും കരുണ കാണിക്കാനും സ്നേഹിക്കാനും നാം തയ്യാറാവണം. എന്ന് വെച്ചാൽ അസൂയയും പകയും അഹങ്കാരവുമൊന്നുമില്ലാത്ത ഒരു മനസ്സ് വളർത്തിയെടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഇത് തന്നെ ഞാൻ പണ്ട് ഒരു 10 വർഷം മുമ്പ് ഞങ്ങളൊരു 10 കൽപ്പനകൾ എന്ന പേരിൽ ഞാൻ അവതരിപ്പിച്ചിരുന്നു. അതായത് അഹങ്കാരിയാവരുത്, അജ്ഞാനിയാവരുത്, അലസനാവരുത്, അത്യാഗ്രഹിയാവരുത്, അതായത് പിശുക്കനും ധാരാളിയുമാവരുത്, നിങ്ങൾ വിധിയിൽ വിശ്വസിക്കരുത്, അതായത് യാതൊരു വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളും പാടില്ല, നിങ്ങളൊരു മതവിശ്വാസിയാവരുത്, നിങ്ങൾ വിധിയിൽ വിശ്വസിക്കരുത്, മതവിശ്വാസിയാവരുത്, യാതൊരു അന്ധവിശ്വാസത്തിനും കീഴ്പ്പെടാതെ ജീവിക്കുക, നിങ്ങളുടെ ബുദ്ധിയും ചിന്തയും പണയപ്പെടുത്തരുത്, ശാസ്ത്രവിരുദ്ധനാവരുത്. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആൻ എന്ന വേദത്തിൻ്റെ ജീവിക്കുന്ന മാതൃകയാകുക. ഇതാണ് വിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട 10 പാഠങ്ങൾ. ഇനി നമുക്ക് വിശുദ്ധ ഖുർആനിലെ 6351 വചനങ്ങൾ എടുത്താലും ഈ പാഠത്തിൻ്റെ ആവർത്തനമായി നമുക്ക് കാണാം. ഖുർആനിൽ 6000-ഓളം വചനങ്ങളുണ്ട്. ഇപ്പം മൈത്രേയൻ ചോദിച്ചു, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു നല്ല വചനം കിട്ടുമോ എന്ന്. അപ്പോൾ ഞാനവിടെ ഒരു വചനം പറഞ്ഞപ്പോഴേക്കും അദ്ദേഹം മൈക്ക് പിടിച്ചു വാങ്ങി എന്നെ പറയാൻ സമ്മതിക്കാതെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടരുകയാണ് ചെയ്തത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ്, പിന്നെ എന്നെ ട്രോളുകയും ചെയ്തതോടുകൂടിയാണ് ഞാൻ ഇത്തരം ഒരു വിശദീകരണം നൽകേണ്ടി വന്നത്. ഇനി വിശുദ്ധ ഖുർആനിലെ ഈ 6351 വചനങ്ങളും എടുത്തു വെച്ചാൽ നമുക്കിത് 10 കൽപ്പനകളായിട്ട് അവതരിപ്പിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ എല്ലാ പാഠങ്ങളും നമുക്ക് 10 കൽപ്പനകളായിട്ട് അവതരിപ്പിക്കാം, 6 ധാർമ്മിക പാഠങ്ങളായിട്ട് അവതരിപ്പിക്കാം. അത് തന്നെ ഒരൊറ്റ വചനമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനമായിട്ട് അവതരിപ്പിക്കാം. ഇത് തന്നെയാണ് ബൈബിളിൽ ദൈവം സ്നേഹമാകുന്നു എന്ന വചനം. കാരണം ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെ മനസ്സിലാവില്ല. അള്ളാഹു എന്ന് പറയുന്ന ശക്തി, ദൈവം എന്ന ശക്തി
മനുഷ്യനുണ്ടായത് മുതലേ മനുഷ്യൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് ദൈവം. പക്ഷേ ആ ശക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല, വിശദീകരിക്കാൻ സാധ്യമല്ല, അതേപോലെ അതിനെ നിർവചിക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുക. ലാ തുദിരിക്കുൽ അബ്സാർ വഹു യുദിരിക്കുൽ അബ്സാർ വഹു ലത്തീഫുൽ ഖബീർ. അപ്പോൾ അള്ളാഹു എന്താണ് എന്ന് ഇതുവരെ ആർക്കും വ്യക്തമായി നിർവചിക്കാനോ മനസ്സിലാക്കാനോ ഇതുവരെ ഒരു ദൈവദൂതനും കഴിഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു ദൈവദൂതനും അള്ളാഹുവിനെ കണ്ടതായിട്ടും പറയുന്നില്ല. മൂസ കണ്ടു എന്ന് പറയുന്നത് അപ്പോൾ തന്നെ അദ്ദേഹം ബോധരഹിതനായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു എന്ന ശക്തിയെ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. അള്ളാഹുവിന് സുന്ദരമായ നാമങ്ങളുണ്ട്. സഹസ്രനാമങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ, സഹസ്രനാമങ്ങൾ. അതുപോലെ അസ്മാഉൽ ഹുസ്ന ഖുർആനും പറയുന്നുണ്ട്. 99ഓളം നാമങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 99 ഖുർആനിലില്ല. എന്നാലും ഏതായാലും നല്ല നല്ല നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. അതിലൊന്നാണ് റഹ്മാൻ റഹീം. അതേപോലെ ആലിം. റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ പരമകാരുണികൻ, കരുണാനിധി എന്ന് വെച്ചാൽ കാരുണ്യം എന്ന വികാരം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റൂ. അപ്പോൾ സ്നേഹം എന്ന വികാരം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിലേ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവത്തെ കാണണോ കാരുണ്യം എന്ന വികാരം നിങ്ങളിൽ ഉണ്ടാവണം. ഇതാണ് ഒന്നാമത്തെ പാഠം. അതാണ് ദൈവം സ്നേഹമാകുന്നു എന്ന വചനം. ഈ കാരുണ്യമുള്ള ഒരു ഹൃദയത്തിൽ നിന്നാണ് ഈ നല്ല ഗുണങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് മാ നിഷാദ എന്ന് പറയുന്ന ഹൈന്ദവ ധർമ്മത്തിൻ്റെ ആകത്തുകയായ മാ നിഷാദ എന്ന പദം. അതായത് അരുത് കാട്ടാള, ഹിംസയരുത്. എന്താണ് ഹിംസ? നിങ്ങൾ അറിവ് നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ഹിംസ ചെയ്തു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോട് ഹിംസ ചെയ്തു, നാട്ടുകാരോട് ഹിംസ ചെയ്തു. നിങ്ങൾ സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ അത്യാഗ്രഹിയായാൽ, നിങ്ങളൊരു ആർത്തിപ്പണ്ടാരമായാൽ നിങ്ങൾ നിങ്ങളോടും സമൂഹത്തോടും അക്രമം ചെയ്തു. അതേപോലെ നിങ്ങൾ സത്യവും നീതിയും മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വ്യക്തമായും ഒരു അക്രമവും അനീതിയും ചെയ്തു. അപ്പോൾ അതും ഒരു ഹിംസയാണ്. ഇങ്ങനെ ഇതാണ് ഹിംസ എന്നതിൻ്റെ ആകത്തുകയാണിത്. അല്ലാതെ വലത്തെ കവിളൊരു അടി കിട്ടിയാൽ ഇടത്തെ കവിൾ കാണിച്ചു കൊടുക്കലല്ല. മനസ്സിലായില്ലേ? ഇതാണ് അഹിംസ എന്ന് പറയുന്നത്. മാ നിഷാദ എന്ന് പറയുന്ന ആ ഒരൊറ്റ വചനത്തിൽ ഹൈന്ദവധർമ്മത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, ദൈവം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതേപോലെ ദൈവം സ്നേഹമാകുന്നു എന്ന വചനത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാ നിയമങ്ങളും, ദൈവത്തിൻ്റെ എല്ലാ നിയമങ്ങളും അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അന്ന് ഞാൻ ദൈവം സ്നേഹമാകുന്നു എന്ന വചനം മൈത്രേയനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് തീട്ടത്തിന് സുഗന്ധമുണ്ട് എന്ന് പറയുന്നത് പോലെയാണെന്നാണ്. അത്രയ്ക്കും വളരെ മോശമായ മ്ലേച്ഛമായ ഭാഷയാണ് അന്ന് മൈത്രേയൻ ഉപയോഗിച്ചത്. ഞാൻ മൈത്രേയനോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ ജനാധിപത്യത്തിൻ്റെ ആകത്തുകയായ, മനുഷ്യത്വത്തിൻ്റെ ആകത്തുകയായ ഈ 10 പാഠങ്ങളിൽ പെടാത്ത ഒരു നല്ല കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ഭൂമിയിൽ, ഈ സൂര്യന് താഴെ ഈ 10 കൽപ്പനകളിൽ പെടാത്ത, മനുഷ്യർക്ക് ആവശ്യമുള്ള, ഈ ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനും ആവശ്യമുള്ള ഈ 10 ധർമ്മങ്ങളിൽ പെടാത്ത ഒരു നല്ല കാര്യം താങ്കൾക്ക് പറയാൻ പറ്റുമോ? താങ്കൾ ജനാധിപത്യം, അതേപോലെ മനുഷ്യത്വം എന്ന് നായിക്ക് 40 വട്ടം പറയുന്നുണ്ടല്ലോ. പക്ഷേ ഒരു നല്ല മനുഷ്യനാവാൻ വേണ്ട ഈ പാഠങ്ങളില്ലാതെ എങ്ങനെയാണ് ഒരു ജനാധിപത്യം ഉണ്ടാവുക? ഒരു വ്യക്തിയാണെങ്കിലും, ഒരു കുടുംബമാണെങ്കിലും, ഒരു സമൂഹമാണെങ്കിലും ആദ്യം ആ വ്യക്തി നന്നാവണം. ആ വ്യക്തി നന്നാവാൻ ഈ 6 പാഠങ്ങൾ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഈ 10 കൽപ്പനകൾ അത്യാവശ്യമാണ്. 10 കൽപ്പനകളെന്ന് ഞാനൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞതാണ്. ഈ ധാർമ്മിക മൂല്യങ്ങൾ അത്യാവശ്യമാണ്. അതാണ് ദൈവം സ്നേഹമാകുന്നു എന്ന വചനം. പക്ഷേ മൈത്രേയൻ പറഞ്ഞതെന്താണ്? ദൈവം തീട്ടമാകുന്നു. ദൈവം തീട്ടമാകുന്നു എന്ന് പറയുന്ന മൈത്രേയൻ എന്ന നായ്ക്കാട്ടത്തോട് ഞാൻ ചോദിക്കുകയാണ്, ഈ 10 കൽപ്പനകളിൽ പെടാത്ത ഒരു നന്മ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു മനുഷ്യന് മനുഷ്യനാകാൻ വേണ്ട ഈ 10 കൽപ്പനകളിൽ പെടാത്ത ഒരു നന്മ താങ്കൾക്ക് പറയാൻ പറ്റുമോ? ഒരു മനുഷ്യന് നല്ല സമ്പൂർണ്ണ മനുഷ്യനാവാൻ, ഒരു വൈജ്ഞാനികമായും സാംസ്കാരികമായും സമ്പൂർണ്ണ മനുഷ്യനാവാൻ വേണ്ട ഈ 10 പാഠങ്ങൾ എല്ലാ വേദങ്ങളും പഠിപ്പിച്ച, നിങ്ങൾ അഹങ്കാരിയാവരുത്, നിങ്ങൾ അജ്ഞാനിയാവരുത്, നിങ്ങൾ അലസനാവരുത്, നിങ്ങൾ പിശുക്കനും ധാരാളിയുമാകരുത്, നിങ്ങൾ വിധിയിൽ വിശ്വസിക്കരുത്, നിങ്ങളൊരു മതവിശ്വാസിയാവരുത്, അതേപോലെ നിങ്ങൾ ബുദ്ധിയും ചിന്തയും പണയം വെക്കരുത്, ഒരിക്കലും ശാസ്ത്രവിരുദ്ധനാവരുത്, എപ്പോഴും ശാസ്ത്രത്തിൻ്റെ പിറകെ പോവുക. കാരണം ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ ഊഹങ്ങളുടെ പിറകെ പോകരുത്, നിങ്ങൾ കെട്ടുകഥകളുടെ പിറകെ പോകരുത്, നിങ്ങൾ സുമാർ വിശ്വാസങ്ങളുടെ പിറകെ പോകരുത്. ഇതിൻ്റെ പേരാണ് ശാസ്ത്രം. അത് എന്തുമാവാം. സത്യം എന്ന് പറഞ്ഞാൽ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തുമാവാം. അത് ചരിത്രപരമാവാം, അത് ജിയോഗ്രാഫിക്കലാവാം, ഒരുപക്ഷെ അത് ശാസ്ത്രം തന്നെയാവാം. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇതിൽ നിന്നൊക്കെ പുതിയ പുതിയ സത്യങ്ങൾ നമുക്ക് കിട്ടും. ആ സയൻസ് മാത്രമേ സത്യമായിട്ടുള്ളൂ. അന്ന് നബിയുടെ കാലത്തും ജീസസിൻ്റെ കാലത്തും അതേപോലെ രാമൻ്റെയും കൃഷ്ണൻ്റെയും കാലത്ത് ശാസ്ത്രം വളർന്നിട്ടില്ല എന്നതുകൊണ്ട് അതൊന്നും ശാസ്ത്രവിരുദ്ധമാവുന്നില്ല.
കാരണം ശാസ്ത്രത്തോടൊപ്പം നടക്കുക എന്നുള്ളത് എല്ലാ വേദങ്ങളും ഇവിടുത്തെ മനുഷ്യനെ പഠിപ്പിച്ചതാണ്. എന്നാൽ ഈ 6 കാര്യങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ മൈത്രേയൻ പറഞ്ഞത് പഴഞ്ചനാണെന്നാണ്, നമ്മളതൊന്നും എടുക്കില്ല എന്ന് പറഞ്ഞത്. പിന്നെ അദ്ദേഹം എന്താണ് എടുക്കുക? മൈത്രേയൻ എന്ന് പറയുന്ന ദൈവം തീട്ടമാണ് എന്ന് പറഞ്ഞ മൈത്രേയൻ എന്ന നായിക്കാട്ടത്തോട് ഞാൻ ചോദിക്കുകയാണ്, ഈ 10 കൽപ്പനകളിൽ പെടാത്ത, ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിച്ച ഈ 10 കൽപ്പനകളിൽ പെടാത്ത ഒരു നല്ല കാര്യം താങ്കൾ പറയൂ. വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിച്ച ഈ 10 കൽപ്പനകളിൽ പെടാത്ത, ഈ 6 അടിസ്ഥാന ധർമ്മങ്ങളിൽ പെടാത്ത, നിങ്ങൾ കരുണ കാണിക്കുക, അറിവ് നേടുക, കർമ്മം ചെയ്യുക, സത്യവും നീതിയും മുറുകെ പിടിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, അങ്ങനെ മാനവരാശിയെ ഒരു കുടുംബമായി കാണുക. ഈ 6 ധർമ്മങ്ങളിൽ പെടാത്ത ഒരു നല്ല കാര്യം, സൂര്യന് താഴെയുള്ള ഒരു നല്ല കാര്യം താങ്കൾ പറയൂ. വെറുതെ അങ്ങോട്ട് തീട്ടം എന്നൊക്കെ പറഞ്ഞ് പോയാൽ മതിയോ? ഞാൻ മൈത്രേയന് അല്പം സ്റ്റാൻഡേർഡ് ഉണ്ടെന്നാണ് കരുത്. ഈ ഇദ്ദേഹം ഒരു അരാജകവാദിയാണ് എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. മനുഷ്യത്വം എന്ന വികാരത്തിൻ്റെ ആകത്തുകയായ, ജനാധിപത്യത്തിൻ്റെ ആകത്തുകയായ, മൈത്രേയൻ നാഴികയ്ക്ക് 40 വട്ടം മൈത്രേയൻ്റെ കുഞ്ഞാടുകളും പറയുന്നുണ്ടല്ലോ ജനാധിപത്യം മനുഷ്യത്വം എന്ന്. ജനാധിപത്യം മനുഷ്യത്വം എന്നൊക്കെ മൈത്രേയൻ്റെ കുഞ്ഞാടുകളും പറയുന്നുണ്ട്. എന്നാൽ ഈ 10 കൽപ്പനകൾ അവഗണിച്ചുകൊണ്ട്, ഈ 6 ധാർമ്മിക പാഠങ്ങൾ അവഗണിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ വാർത്തെടുക്കാൻ താങ്കൾക്ക് കഴിയുമോ? എന്നെ ട്രോളിയ മൈത്രേയൻ്റെ കുഞ്ഞാടുകളോടാണ്, മൈത്രേയനോടാണ് ഞാൻ ചോദിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു എന്ന വചനം തീട്ടത്തിന് സുഗന്ധമുണ്ട് എന്ന് പറഞ്ഞ മൈത്രേയൻ എന്ന നായ്ക്കാട്ടത്തോടാണ്, മൈത്രേയൻ എന്ന നായ്ത്തീട്ടത്തോടാണ് ഞാൻ ചോദിക്കുന്നത്. മൈത്രേയൻ എന്ന നായ്ത്തീട്ടത്തോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ 6 കാര്യങ്ങളിൽ പെടാത്ത ഒരു നല്ല കാര്യം താങ്കൾ പറ. കഴിഞ്ഞ 10 വർഷമായി ചേകന്നൂർ മൗലവിയുടെ പുസ്തകങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയ ഞങ്ങൾ വിശുദ്ധ ഖുർആനിലെ എല്ലാ പാഠങ്ങളും പഠിച്ചതിന് ശേഷം 10 കൽപ്പനകളായി നമ്മൾ അവതരിപ്പിച്ചു. 6 ധാർമ്മിക പാഠങ്ങളായിട്ട് നമ്മൾ അവതരിപ്പിച്ചു. 10 വർഷമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിടെയും ഖുർആനിലെവിടെയും ഒരു മതം ആചരിക്കണമെന്ന് പറയുന്നില്ല. ജൂതനായാലും ക്രിസ്ത്യാനിയായാലും സാബിയായാലും ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ഏത് മതക്കാരനായാലും, കറുത്തവനായാലും വെളുത്തവനായാലും അറബിയായാലും അനറബിയായാലും ഈ 6 ധാർമ്മിക മൂല്യങ്ങൾ, ഈ 10 കൽപ്പനകൾ മുറുകെ പിടിക്കണം എന്നാണ് പറഞ്ഞത്. അതൊക്കെ വിശദമായിട്ട് നമ്മൾ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ മൈത്രേയൻ എന്ന വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ 10 കൽപ്പനകളിൽ പെടാത്ത, വിശുദ്ധ ഖുർആനും മുഹമ്മദ് നബിയും പഠിപ്പിച്ച ഈ 10 കൽപ്പനകളിൽ പെടാത്ത ഒരു നല്ല കാര്യം. എന്നെ ട്രോളിയ മൈത്രേയൻ്റെ കുഞ്ഞാടുകളോടാണ് ചോദ്യം. ഈ 10 കൽപ്പനകളിൽ പെടാത്ത ഒരു നല്ല കാര്യം താങ്കൾ പറയൂ. അതായത് മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും ഈ 10 പാഠങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതല്ലാത്തൊരു നന്മ മൈത്രേയൻ പറയട്ടെ. അദ്ദേഹം നാഴികയ്ക്ക് 40 വട്ടം ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ അദ്ദേഹം കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഈ വേദങ്ങളൊക്കെ എന്തിനാണ്? ഈ വേദങ്ങളൊക്കെ ഒരു ആശാരിയെ പോലും ഉണ്ടാക്കാൻ ഈ വേദം കൊണ്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞത്. ഇവിടെ ആശാരിയെ ഉണ്ടാക്കിയതും മൂശാരിയെ ഉണ്ടാക്കിയതും ഡോക്ടറെ ഉണ്ടാക്കിയതും എഞ്ചിനീയറെ ഉണ്ടാക്കിയതും സൈക്കിൾ ഉണ്ടാക്കിയതും കാറുണ്ടാക്കിയതും മനുഷ്യൻ ബഹിരാകാശത്ത് പോയതും ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചതും സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചതൊക്കെ മനുഷ്യരാണ്. അതൊക്കെ ദൈവം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, ബുദ്ധിയുള്ള നല്ല ദൈവദൂതന്മാർ മുമ്പ് പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അറിവ് നേടൂ, പുതിയ പുതിയ അറിവുകളോടൊപ്പം സഞ്ചരിക്കൂ, അറിവുകളിൽ നിന്നും അറിവുകളിലേക്ക് സഞ്ചരിക്കൂ എന്ന്. അതായത് ഊഹങ്ങളെ പിൻപറ്റരുത്, കെട്ടുകഥകളെ പിൻപറ്റരുത്, സുമാർ വിശ്വാസങ്ങളെ പിൻപറ്റരുത്. വന്ന് ഷക്ക് ഇഫ്തിറായ്, ഈ 3 രീതിയിലുള്ള ഒരു അറിവുകളുടെയും പിറകെ നിങ്ങൾ പോകരുത്. നിങ്ങൾ ഇൽമ്, ഉറപ്പായ സത്യത്തിൻ്റെ പിറകിൽ മാത്രം പോകണം എന്ന് മുഹമ്മദ് നബിയും ഖുർആനും പഠിപ്പിച്ചതുകൊണ്ടാണ്. ഇതേ പാഠം പൂർവ്വവേദങ്ങളിലുണ്ട്. അപ്പോൾ ശാസ്ത്രത്തോടൊപ്പം നടക്കുക എന്നുള്ളത് ഒരു ദൈവിക പഠനമാണ്. ദൈവദൂതന്മാരൊക്കെ പറഞ്ഞത്. കാരണം ദൈവത്തെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടിയ അറിവിനോടൊപ്പം സഞ്ചരിക്കൂ. ആ അറിവാണ് ദൈവം, സ്നേഹമാണ് ദൈവം, നിങ്ങൾ സ്നേഹിക്കൂ. കർമ്മമാണ് ദൈവം, നിങ്ങൾ കർമ്മം ചെയ്യൂ. സഹായ സഹകരണമാണ് ദൈവം, നിങ്ങൾ സഹായിക്കൂ, സഹകരിക്കൂ, ചെലവഴിക്കൂ. സത്യവും നീതിയും മുറുകെ പിടിക്കലാണ് ദൈവം, നിങ്ങൾ സത്യവും നീതിയും മുറുകെ പിടിക്കൂ. ഇതാണ് എല്ലാ ദൈവദൂതന്മാരും പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾക്കൊരു മനുഷ്യനാവാൻ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു സമ്പൂർണ്ണ മനുഷ്യനാവാൻ ഈ 6 പാഠങ്ങളെ പറ്റൂ. ഇതല്ലാത്തൊരു പാഠം മൈത്രേയൻ പറയട്ടെ. ഖുർആനിലില്ലാത്ത ഒരു നല്ല കാര്യം മൈത്രേയൻ കൊണ്ടുവരട്ടെ. മൈത്രേയൻ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും പാർട്ടിയിലേക്കില്ല. ഞാൻ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ ഒരു പ്രവർത്തകനാണ്, ചേകന്നൂർ മൗലവിയുടെ ആശയക്കാരനാണ്. ഞങ്ങൾ ഈ 6 ധർമ്മങ്ങൾ മുറുകെ പിടിച്ച് ആരുടെ കൂടെയും, ഏത് പാർട്ടിക്കാരുടെ കൂടെയും നിൽക്കും. കാരണം നമ്മൾ ഈ 6 ധാർമ്മിക മൂല്യങ്ങളാണ് നമ്മുടെ അടിസ്ഥാനം. ഈ 10 കൽപ്പനകളാണ്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊക്കെ പഴഞ്ചനാണെന്ന്. എന്നാൽ ഈ പഴഞ്ചനല്ലാത്തൊരു കാര്യം പറയും. ഈ സത്യം, നീതി, കാരുണ്യം, സ്നേഹം, സത്യം, നീതി, സഹായം, സഹകരണം, സഹിഷ്ണുത, അതേപോലെ സഹാനുഭൂതി തുടങ്ങിയ ധർമ്മങ്ങൾ, ഈ 6-7 പദങ്ങൾ മാത്രമേ എല്ലാ വേദങ്ങളും പഠിപ്പിച്ചിട്ടുള്ളൂ. എല്ലാ വേദങ്ങളും അതുമാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അതിന് ഒരു പല വ്യാഖ്യാനങ്ങൾ കൊടുത്ത് ഇവർ ആയിരക്കണക്കിന് 100കണക്കിന് ആരാധനാ രീതികൾ ഉണ്ടാക്കി. അവർ ചില പുരോഹിതന്മാർ എല്ലാ മതങ്ങളെയും അട്ടിമറിച്ചിട്ടുണ്ട്. ഇസ്ലാം മതവും ഇസ്ലാമിനെയും അട്ടിമറിച്ചിട്ടുണ്ട്. ഇസ്ലാമും ഇസ്ലാം മതവും രണ്ടാണ്. ഖുർആനും ഹദീസും തമ്മിൽ 101 വ്യത്യാസങ്ങളുണ്ടെന്ന് ഞങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് പറയുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ ദൈവം തീട്ടമാണ് എന്ന് പറഞ്ഞാൽ മൈത്രേയൻ എന്ന നായ്ക്കാട്ടത്തോടാണ് നമ്മുടെ ചോദ്യം. ഇതിൽ പറയാത്തൊരു നല്ല കാര്യം പറയൂ. ഈ 10 കൽപ്പനകളിൽ പെടാത്ത ഒരു നല്ല കാര്യം പറ. അപ്പോൾ ഇവിടെ ആശാരിയെ ഉണ്ടാക്കിയതും മൂശാരിയെ ഉണ്ടാക്കിയതും ശാസ്ത്രത്തെ പിൻപറ്റൂ, നിങ്ങൾ ശുദ്ധമായ അറിവിനോടൊപ്പം സഞ്ചരിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു മൈത്രേയനായിട്ട് പൊട്ടി വളർന്നതല്ല. മൈത്രേയന്മാർ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. എനിക്ക് ആദ്യം മൈത്രേയനോടൊരു റെസ്പെക്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതേ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ ട്രോളുകയും കൂടി ചെയ്തപ്പോൾ ഞാൻ പിന്നെ തൽക്കാലം ഞാനത് വിട്ടതാണ്. പക്ഷേ വല്ലാതെ ട്രോൾ കണ്ടപ്പോഴാണ് ഞാൻ അതിനൊരു മറുപടി പറയണമെന്ന് കരുതിയത്.